സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പുതിയ കറക്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. രണ്ട് രീതിയിൽ ഇവിടെ 2026 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയും. വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തും എപ്പിക് നമ്പർ സെർച്ച് ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ സെർച്ച് ചെയ്യാനായി 3 ഓപ്ഷൻ കാണാം. സെർച്ച് ബൈ എപ്പിക് നമ്പർ, സെർച്ച് ബൈ ഡീറ്റെയിൽസ്, സെർച്ച് ബൈ മൊബൈൽ നമ്പർ. ഇതിൽ സെർച്ച് ബൈ എപ്പിക് നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിന് താഴെ എപ്പിക് നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ എപ്പിക് നമ്പർ ഇവിടെ കൊടുക്കുക. അതിന് താഴെ നിങ്ങളുടെ സ്റ്റേറ്റ് കേരള എന്നത് സെലക്ട് ചെയ്യുക. അതിന് താഴെ ക്യാപ്ച കോഡ് അതേപോലെ എൻ്റർ ചെയ്ത ശേഷം സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽ താഴെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വ്യൂ ഡീറ്റെയിൽ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽ ഫുള്ളായി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് സെർച്ച് ബൈ ഡീറ്റെയിൽസ് കൊടുത്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. അതിനിവിടെ സെർച്ച് ബൈ ഡീറ്റെയിൽ എന്ന് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിന് താഴെ ലാംഗ്വേജ്. നെക്സ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നെയിം എന്നിടത്ത് നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ റിലേറ്റീവ് നെയിമാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിന് താഴെ ജെൻഡർ സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് സെലക്ട് ചെയ്യേണ്ടത്. താഴെ ക്യാപ്ച കോഡ് അതേപോലെ കൊടുത്ത ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്ത ശേഷം താഴെ നിങ്ങളുടെ ഡീറ്റെയിൽ വന്നതായി കാണാം. സൈഡോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വ്യൂ ഡീറ്റെയിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് സെർച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അടുത്തത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത ശേഷം സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം താഴെ സെർച്ച് എന്നത് കൊടുക്കുക. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ കഴിയുള്ളൂ.